ക്യാമറയിൽ സെന്റ് ജോസഫ് പള്ളിയുടെ മുമ്പിൽ ദേശീയപാതയിലുണ്ടായിരുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തെർമൽ ഇമേജിംഗ് AI ക്യാമറ ഉയരപ്പാത നിർമ്മാണം മൂലം അരൂർ കുമ്പളം പാലത്തിന്റെ പ്രവേശന ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഹൈവേയിലെ വാഹന ഗതാഗതം നിരീക്ഷിച്ച് ഗതാഗത നിയമലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും കുറയ്ക്കുകയാണ് ക്യാമറയുടെ ലക്ഷ്യം. ട്രാഫിക് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യൻ ദേശീയപാതകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറകളിൽ CCTV ക്യാമറകൾ, സ്പീഡ് ക്യാമറകൾ, AI പവർ ക്യാമറകൾ എന്നിവ ഉൾപ്പെടുന്നു. റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ട്രാഫിക് നിയമലംഘകരുടെ ഫോട്ടോ എടുക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ക്യാമറ സഹായിക്കുന്നു. അമിത വേഗത, ലൈൻ ക്രോസിംഗ്, ഹൈവേയിലേക്കുള്ള വാഹനങ്ങളുടെ അനധികൃത പ്രവേശനം തുടങ്ങിയ ഗതാഗത ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനാണ് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ അരൂർ കുമ്പളം പാലത്തിന്റെ പ്രവേശന ഭാഗത്ത് ഇടതുവശത്തായി മാലിന്യം നിക്ഷേപിക്കുന്നവരെയും ഈ ക്യാമറയിലൂടെ നിരീക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി. ഇതൊരു അറിയിപ്പാണ്. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ കവലയിൽ സെപ്റ്റംബർ 12 മുതൽ 15 വരെ വൈകിട്ട് 5:30 മണി മുതൽ 9 മണി വരെ സുവിശേഷ സമ്മേളനം നടത്തുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ എറണാകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ സുവിശേഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഏവർക്കും സ്വാഗതം.